പലരും സ്ഥാനത്തിനും കസേരയ്ക്കും ഔദ്യോഗിക സ്ഥാനത്തിനും വേണ്ടി കടിപിടി കൂടുമ്പോൾ അതിനുവേണ്ടി എന്ത് കുറുക്കുവഴികളും നോക്കുന്ന അനേകരെ നമുക്ക് കാണുവാനിടയായിത്തീരും. കാലുപിടിച്ചും കാലുവാരിയും പുകഴ്ത്തിപ്പാടിയും ഒക്കെ അവർ തങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിൽ താൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നന്മകളും, മരിച്ചവരെ ഉയർപ്പിച്ചതും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതും പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയതും അങ്ങനെ അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനത്തിനു മനസ്സിലായി ഇവനെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏതെങ്കിലും ഒരു പൊസിഷൻ, ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുത്താൽ കൊള്ളാമെന്ന് വിചാരിച്ച് യേശുവിനെ രാജാവാക്കുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചു. എന്നാൽ കർത്താവ് തന്നെ രാജാവാക്കുവാൻ ജനം ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി അവർ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? സമൂഹത്തിൽ കർത്താവിന് പലവിധത്തിലുള്ളാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നേരിട്ടെങ്കിലും പിതാവായ ദൈവം തന്നെ മാനിച്ചു, തന്നെ ഉയർത്തി. എല്ലാ നാമത്തിനും മേലായ നാമം യേശു കർത്താവിന് പിതാവായും ദൈവം നൽകി. ഇന്ന് പകൽക്കാലം ഈ നാളുകളിൽ കർത്തൃവേലയിൽ, കർത്തൃശുശ്രൂഷയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം ആ നിലയിൽ ആയിരങ്ങളെ, പതിനായിരങ്ങളെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ആ ദൈവം ഇന്നും സർവശക്തനാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുകൊണ്ട് സ്ഥാനത്തിനോ മാനത്തിനോ കസേരകൾക്കോ പൊസിഷനോ വേണ്ടി നാം പോരാടാതെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് അഹോരാത്രം പോരാടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നമ്മുടെ ഓട്ടം ഓടുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി ശ്രമിക്കാം, നമുക്ക് അധ്വാനിക്കാം എന്നോർപ്പിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.